ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളുമായി ഒരു പറമ്പിൻ്റെ മൂലയിൽ ചിക്കിച്ചികഞ്ഞ് ആഹാരം തേടുകയാണ്. ദൂരെ നിന്ന് ഒരു വലിയ മൂർഖൻ പാമ്പ് വളരെ വേഗത്തിൽ ഈ കോഴികളുടെ അടുത്തേക്ക് ചീറി വരുന്നു. അതിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ തള്ളക്കോഴിക്ക് മനസ്സിലായി പാമ്പ് എന്തിനാണ് വരുന്നതെന്ന്. തൻ്റെ കുഞ്ഞുങ്ങളാണ് അതിൻ്റെ ലക്ഷ്യം, അവയെ തിന്നുക. കോഴി പെട്ടെന്നൊരു കാര്യം ചെയ്തു. തൻ്റെ ചിറകുകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ പുറകോട്ട് ഒതുക്കി നിർത്തിയിട്ട് വളരെ ശൗര്യത്തോടെ പാമ്പിന് നേരെ ആഞ്ഞടുത്ത് കൊത്തി. പാമ്പും കൊത്താൻ ശ്രമിച്ചു. കുറച്ചു നേരത്തേക്ക് ആ കോഴിയുടെ ശൗര്യവും വീര്യവും ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും കരുതലും അവയുടെ ജീവൻ സംരക്ഷിക്കുവാനുള്ള പ്രതിരോധവും ആ കോഴി അവിടെ വെളിപ്പെടുത്തി. പാമ്പ് വളരെ കരുത്തോടെയാണ് വന്നതെങ്കിലും ആ പാമ്പിന് ആ കോഴിക്കുഞ്ഞിൽ ഒന്നിനെപ്പോലും എടുക്കാൻ കഴിഞ്ഞില്ല, പിന്തിരിയേണ്ടി വന്നു. അതുപോലെ ശക്തമായി കോഴി അതിനെ ആക്രമിച്ചു. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഈ തള്ളക്കോഴിയുടെ ഇടപെടലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോക മാതൃദിനമാണ്. ലോകത്തുള്ള എല്ലാ മക്കളും അമ്മമാരെ എന്നും എല്ലാ നിമിഷങ്ങളിലും ഓർക്കേണ്ടവരാണെങ്കിലും പ്രത്യേകമായി ഓർക്കുകയും അവരെ സ്നേഹത്തോടെ കാണുകയും ചെയ്യേണ്ട ഒരു പ്രത്യേക ദിവസം. ഒരമ്മ ഒരു കുഞ്ഞിനു വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ വളരെ വലുതാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും ആ കുഞ്ഞിനെ വിടുവിച്ച് സംരക്ഷിക്കുവാൻ ഒരമ്മയുടെ ദീർഘവീക്ഷണവും കരുതലും നാം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതാണ്. സ്വയം അധ്വാനിച്ചും സുഖങ്ങൾ ത്യജിച്ചും കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ വളർത്തുവാൻ, ആരോഗ്യത്തോടെ വളർത്തുവാൻ, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുവാൻ, സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ഒരമ്മ അനുഭവിക്കുന്ന കഷ്ടതയും ത്യാഗവും വളരെ വലുതാണ്. അത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയും സ്നേഹത്തോടെ അമ്മമാരോട് ഇടപെടുകയും കരുതുകയും ചെയ്യണം. ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നുവെന്ന് ജ്ഞാനി ആയിരുന്ന സോളമൻ രാജാവ് സദൃശവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഒരു മകനും അമ്മയ്ക്ക് വ്യസനഹേതുവാകാൻ പാടില്ല. പാപവും തിന്മയും നിറഞ്ഞ ഈ ലോകത്തിൽ ചില മക്കൾ തങ്ങളുടെ അമ്മമാരെ സംരക്ഷിക്കാതിരിക്കുകയും അവരോട് കയ്പായി ഇടപെടുകയും ദേഹോപദ്രവം ചെയ്യുകയും ഒരുപക്ഷെ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ദുർവാർത്തകൾ ഞാനും നിങ്ങളും അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി മേലിൽ അത് സംഭവിക്കാതിരിക്കട്ടെ. പിശാച് പാമ്പിൻ്റെ വേഷത്തിൽ വന്നാണ് ഹൗവായെ ചതിച്ചത്. അതെ, ആ പഴയ പാമ്പായ പിശാച് ഇന്നും ലക്ഷ്യം വച്ചിരിക്കുന്നത് കുടുംബങ്ങളെയാണ്, തലമുറകളെയാണ്. നമ്മുടെ മക്കളെ പിശാച് വശീകരിച്ചു കൊണ്ടുപോയി കീഴ്പ്പെടുത്തി പാപത്തിലൂടെ നിത്യനരകത്തിലേക്ക് എത്തിക്കാതെ കുഞ്ഞുങ്ങളെ കരുതുവാൻ, അവർക്ക് സാരോപദേശങ്ങൾ നൽകുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയട്ടെ. അമ്മമാരുടെ സാരോപദേശങ്ങളും അതുപോലെ അവർ ഓതിക്കൊടുക്കുന്ന നല്ല കഥകളും ജീവിത പാഠങ്ങളും അടുത്തൊരു തലമുറയെ നന്മയിലേക്ക് നയിക്കുവാൻ കാരണമായി തീരട്ടെ. ബൈബിളിൽ 2 സ്ത്രീകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രൂത്തിൻ്റെ പുസ്തകത്തിലാണ് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇന്ന് നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. പഴയ നിയമസഭയായ ഇസ്രായേലിനെ പണിയുവാൻ ദൈവം ഉപയോഗിച്ചത് ഈ 2 അമ്മമാരെയാണ്. അവരാണ് സഭയുടെ ഗോത്രപിതാക്കന്മാരെ വളർത്തി ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരായി പ്രയോജനകരമായ രീതിയിൽ കൊണ്ടുവന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ലോകത്തിന് ഏറ്റവും നല്ല
ഭരണകർത്താക്കളെ ലഭിക്കും. പ്രാർത്ഥിക്കുന്ന അമ്മമാരും അമ്മമാരെ സ്നേഹിക്കുന്ന മക്കളും, അതാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിത്തറ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.